ഹലോ ഓൾ. കുറേ നാളത്തെ എന്ന് പറയുമ്പോൾ ഒരുപാട് വർഷം മനസ്സിൽ കൊണ്ടു നടന്നൊരാഗ്രഹമായിരുന്നു കുളു മണാലി ട്രിപ്പ്. ആദ്യം തന്നെ എനിക്കിതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ ക്യാപ്ചർ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതിനുള്ള കാരണവും എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് എന്താണെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു മനസ്സിൽ. അതുകൊണ്ട് തന്നെ കുറേ ഭാഗങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല. കാരണം ഞാൻ അതിൻ്റെ ഭംഗി എന്താ പറയുന്നത്, ഡയറക്റ്റായിട്ട് അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് എനിക്ക് വീഡിയോ കോൺസെൻട്രേഷനിലോട്ട് പോകാൻ സാധിച്ചില്ല എന്നതാണ് സത്യം. കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. കല്യാണം കഴിഞ്ഞ സമയത്താണെങ്കിലും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞൊരൊരേ ഒരു കാര്യം, എനിക്ക് ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹം കുളു മണാലിയിലാണ് എന്നാണ്. പക്ഷേ കുറേ നാളുകളെടുത്തു ആ ആഗ്രഹം ഒന്ന് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് സഹായകരമായത് ഹസ്ബൻഡിൻ്റെ പഞ്ചാബിലേക്കുള്ള പോസ്റ്റിംഗ് ആയിരുന്നു. പഞ്ചാബ് ജലന്ധറിലാണ് ഇപ്പോൾ പോസ്റ്റിംഗ് വന്നിരിക്കുന്നത്. സോ അവിടെ നിന്ന് നമുക്ക് കുളു മണാലി ജമ്മു ഒക്കെ പോകാൻ ഈസിയാണ്. സോ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് വലിയ പ്രീ പ്ലാനിങ് ഒന്നുമില്ലാതെ തന്നെ ഞങ്ങൾ പോവാണ് ഉണ്ടായത്. എൻ്റെ കൂടെ ഞങ്ങളുടെ ഒരു ഫാമിലി കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് രാജസ്ഥാൻ ജോധ്പൂർ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളുടെ കട്ടച്ചങ്കായ വിഷ്ണു ചേട്ടനും ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ ട്രിപ്പ് അടിച്ചു പൊളിച്ചു. കുളു മണാലി എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ മഞ്ഞ് വാരുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഹിമാചൽ പ്രദേശിലേക്ക് കടന്നപ്പോൾ ആ ഒരു സ്ഥലം കണ്ടു തുടങ്ങിയപ്പോൾ ഞാൻ എത്തിപ്പെട്ടത് വേറെ ഏതോ ഒരു ലോകത്താണ് എന്നൊരു തോന്നിക്കും വിധമായിരുന്നു അവിടുത്തെ ഒരു നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയുന്നത്. മലനിരകളും ആ മലനിരകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മഞ്ഞും താഴെ തെളിനീരുറവയും, അതായത് ഗ്ലാസ് പോലിരിക്കും അവിടുത്തെ വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ. വലിയ വലിയ ഉരുളൻ കല്ലുകൾക്കിടയിലൂടെയാണ് ആ വെള്ളം പോകുന്നതൊക്കെ. സത്യം പറഞ്ഞാൽ പണ്ട് കൃഷി സിനിമയിലും പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് നോർത്ത് ഇന്ത്യൻ പടങ്ങളിലൊക്കെ നായികമാരും ഒക്കെ നിന്ന് കളിക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനത്തെ തടാകങ്ങൾ കാണുമ്പോൾ എപ്പോഴെങ്കിലും ഒരിക്കൽ പോയി അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഹോണസ്റ്റ്ലി ഞാൻ പറയുകയാണത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ ഞങ്ങൾ പോയ ടൈമിൽ ഒത്തിരി മഞ്ഞ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലായിടത്തും പോകാൻ പറ്റി. വലിയ ബ്ലോക്കില്ല, തിരക്കില്ല. അങ്ങനെയൊക്കെ നമ്മൾ ഗരംബൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തായിരുന്നു നമ്മൾ പോയി മഞ്ഞ് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തത്. ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾ പോയത് മഞ്ഞ് കാണാനായിരുന്നു. കുറച്ച് ദൂരെ പോകേണ്ടി വന്നു നിന്ന് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ പോകുമ്പോഴും മനസ്സിലത് കാണാൻ പറ്റും എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമായിരുന്നു. അപ്പോൾ ഞങ്ങൾ മഞ്ഞൊക്കെ കണ്ട് അത് എക്സ്പ്ലോറൊക്കെ ചെയ്ത് സൂപ്പറായിരുന്നു. അതിനുശേഷം പിറ്റേന്ന് ഹഡിംബ ടെമ്പിൾ, പിന്നെ ഞങ്ങൾ അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഹിമാചൽ കോസ്റ്റ്യൂം ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. അത് ഭയങ്കര ഒരു ആഗ്രഹമാണ്. ഈ റീൽസിലൊക്കെ എല്ലാവരും അതിട്ടിട്ട് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കോസ്റ്റ്യൂം ഇടണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ അത് ചെയ്തു. ഹഡിംബ ടെമ്പിൾ പോയി, വൻ വിഹാർ പോയി, പിന്നെ നമ്മുടെ മാൾ റോഡ്, അവിടുത്തെ ഈ ലോക്കൽ പർച്ചേസിനൊക്കെ ഉള്ളൊരു സ്ഥലമാണ് മാൾ റോഡ്. പിന്നെ മാൾ റോഡ് പോയി. പിന്നെ നമ്മുടെ അഡൾട്ട് ടണൽ, പിന്നെ കുറേയേറെ സ്ഥലങ്ങൾ ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മയിലേക്ക് എൻ്റെ വിഷ്വൽസ് വരുന്നെങ്കിലും പേര് വരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എക്സൈറ്റ്മെൻറ്റ് കാരണം ആക്ച്വലി എക്സൈറ്റ്മെൻ്റ് ആണ്. എന്തായാലും അവിടെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. തിരിച്ച് വരുന്ന വഴി ഞങ്ങൾ അവിടുത്തെ ഹിമാചൽ പ്രദേശിലെ നല്ല ഗ്രീൻ ആപ്പിളൊക്കെ കുറേ വാങ്ങി, കുറേ അവിടുത്തെ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് അടിച്ച് പൊളിച്ച് തിരിച്ച് അടിപൊളിയായിട്ട് ഞങ്ങൾ വന്നു. ഇനിയും ഞങ്ങൾക്ക് ആക്ച്വലി പോയി കണ്ടിട്ട് തിരിച്ച് വന്നപ്പോൾ ഇനിയും ഒന്നുകൂടെ പോകണം, ഇനിയും എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ചിന്ത വന്നപ്പോൾ നെക്സ്റ്റ് ഇയർ ഒരു പ്ലേസ്, എൻ്റെ ഒരു ഡ്രീം പ്ലേസ് ഉണ്ട്, അവിടെ പോകണം എന്നാണ് പ്ലാനിങ്. ദൈവം സഹായിച്ച് നടക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് ഫുൾ വീഡിയോയൊന്നും ഇല്ല. കുറേ പിക്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കയ്യിലുണ്ടായിരുന്ന കുറച്ച് വീഡിയോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു.